5-ാം തീയതി വൈകുന്നേരം 7 മണിക്ക് ശേഷം ഒരു ആൺകുഞ്ഞിന് ദിയാകൃഷ്ണ ജന്മം നൽകുന്നു. പിന്നാലെ അച്ഛനും സഹോദരങ്ങളും തങ്ങളുടെ സന്തോഷം ഒന്നടങ്കം സോഷ്യൽ മീഡിയ വഴി പങ്കിടുന്നു. ഇക്കഴിഞ്ഞ ദിവസം ദിയയുടെ ആരാധകർ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഒരു വ്ലോഗ് കണ്ണും പൂട്ടി ദിയ യൂട്യൂബിലൂടെ പങ്കിട്ടു. ഒരു പക്ഷേ ദിയ പോലും കരുതി കാണില്ല ഇത്രയേറെ കാഴ്ചക്കാരെ ആ വീഡിയോ സ്വന്തമാക്കുമെന്ന്. 4 മില്യൺ കാഴ്ചക്കാരാണ് നിയോം ബേബി എന്ന ഓം ബേബിയെ മണിക്കൂറുകൾ കൊണ്ട് വൈറലാക്കിയത്. മാത്രവുമല്ല, നമുക്കറിയാം യൂട്യൂബ് കാഴ്ചക്കാർ കൂടുന്ന പോലെ തന്നെ വരുമാനവും കൂടുമെന്ന്. ഒന്നും പ്രതീക്ഷിക്കാതെ തൻ്റെ കാഴ്ചക്കാർക്ക് വേണ്ടി പങ്കുവച്ചതല്ല ആ വീഡിയോ എന്ന് മിക്ക ആളുകൾക്കും അറിവുള്ളതുമാണ്. പകരം തൻ്റെ ജോലി വീഡിയോ ക്രിയേറ്റിംഗ് ആണ്. ഒപ്പം തൻ്റെ വളർന്നുവരുന്ന മകൻ അറിയണം ഒരു സ്ത്രീ തൻ്റെ ലേബർ പെയിൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്ന ലക്ഷ്യം കൂടി ദിയക്കുണ്ട്. മാത്രവുമല്ല, ദിയയുടെ കാഴ്ചക്കാരിൽ അമ്മമാരും പ്രായം ചെന്ന സ്ത്രീകളും ഉൾപ്പെടെ പലരും ഉണ്ടാകും. ഈ വീഡിയോ കാണുന്ന തിരിച്ചറിയാവായ ഓരോ കുട്ടിയും അമ്മയോട് ചോദിക്കും, എന്നെ അമ്മ ഇങ്ങനെയാണോ പ്രസവിച്ചതെന്ന്. ഉറപ്പായും ദിയയുടെ കുഞ്ഞും നാളെ ഒരു സമയത്ത് ഈ വീഡിയോ കാണുമ്പോൾ ഇതേ ചോദ്യം ആവർത്തിക്കും, തീർച്ച. ഒരിക്കൽ ഒരു കൈനോട്ടക്കാരി ദിയയോട് പറഞ്ഞു, കേരളം വാഴുന്ന അയ്യപ്പസ്വാമിയുടെ തേജസ്സോടെ ഉണ്ണി പിറക്കുമെന്ന്. ഈശ്വരവിശ്വാസി കൂടിയായ ഇവർ ഉറപ്പായും ഒരു ദൈവനാമം ആകും കുട്ടിക്ക് നൽകുക എന്നാണ് പലരും കരുതിയത്. എന്നാൽ വെറൈറ്റി നെയിം തന്നെയാണ് കുടുംബം ദിയയുടെ മകന് വേണ്ടി നൽകിയത്, നിയോം. സംസ്കൃത വാക്കിൽ നിന്നാണ് പേര് കണ്ടെത്തുന്നതെന്ന് കുടുംബം നേരത്തെ പറഞ്ഞുവെങ്കിലും മോഡേൺ ടച്ചുള്ള പേരാണിത്. മാത്രവുമല്ല, ലോർഡ് ശിവ എന്നാണ് അർത്ഥമെങ്കിലും ഗൂഗിൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. നിരവധി ആളുകളാണ് ദിയാകൃഷ്ണയുടെ വീഡിയോ അനുകൂലിച്ചത്. കണ്ണു നിറയാതെ ഒരു പ്രസവിച്ച അമ്മയ്ക്ക് ഇത് കണ്ടു തീർക്കാൻ കഴിയില്ല. മാന്യമായി എല്ലാ വേദനയും വികാരങ്ങളും മനസ്സിലാക്കാൻ പുതിയതായി അമ്മയാകാൻ പോകുന്നവർക്ക് കഴിയും. ജീവനുള്ള വീഡിയോ. ദിയ, നിങ്ങൾ ഭാഗ്യവതിയാണ്. ഒരു കുടുംബം മുഴുവൻ നിങ്ങളുടെ ഈ മനോഹരമായും ബുദ്ധിമുട്ടും നിറഞ്ഞ ഈ സമയത്ത് കൂടെ ഉണ്ടായില്ലേ. അതിനേക്കാൾ വലിയൊരു സപ്പോർട്ട് ഒരു ഗർഭിണിക്ക് ഇനി കിട്ടാനില്ല. സത്യം എന്നിങ്ങനെ നീളുന്നു.